ചരിത്രത്തിൽ ആദ്യമായി പേളിമാണിയുടെ ഒരു വീഡിയോയുടെ വ്യൂസ് കൗണ്ട് 1,00,000-ന് താഴെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉള്ളത് പറയാലോ, ഇന്നലെ ഞാനിത് കണ്ടിട്ട് അന്തം വിട്ടു പോയി എന്നുള്ളതാണ്. പേളിമാണിക്ക് വരും ദിവസങ്ങളിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാവുമെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ലെവലിലേക്ക് അതപ്പതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഉള്ളത് പറയാലോ, സംഭവം നമ്മൾ റീസെന്റ് പലരും ഏറി കയറിയത് കണ്ടിട്ടുണ്ട്, പലരെയും ഏറി കയറ്റിയിട്ടുമുണ്ട്, നമ്മൾ 1-2 വട്ടം ഏറിലായിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും ആർക്കും ഇല്ലാത്തൊരു ഡൗൺഫോൾ ആണ് ഇപ്പൊ പേളിമാണിക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ പേളിമാണി അറിയാലോ, സ്ലോവാക്കി എന്ന് പറഞ്ഞ രാജ്യത്താണുള്ളത്. അവിടേക്ക് ഒറ്റക്കൊരു സോളോ ട്രിപ്പിന് പോയതാണ് ആശാത്തി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാർ അവിടെ തന്നെയാണുള്ളത്. എന്തായാലും സ്ലോവാക്കിയയിൽ എത്തിയ സമയത്താണ് ആൾ ഏറി കയറിയത്. അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിൽ ഒരിക്കലും പുള്ളിക്കാർ സ്ലോവാക്കി എന്ന് പറഞ്ഞ രാജ്യം മറക്കാൻ സാധ്യതയില്ല. എന്നും ഓർത്തിരിക്കും. കാരണം അവിടെ കാല് കുത്തിയതിന് ശേഷമാണല്ലോ പുള്ളിക്കാരന്റെ ചൊവ്വാദോഷം തുടങ്ങിയത്. എന്നാലുമില്ലേ, എന്തൊരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് പേളിമാണി അതപ്പതിച്ചെന്ന് നോക്കിക്കേ. ഇന്നലെ പേളിമാണി സ്ലോവാക്കിയിലെ സോളോ ട്രിപ്പുമായി ബന്ധപ്പെട്ടൊരു 41 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെന്റ് നോക്കുന്ന സമയത്ത് അതിന് വ്യൂ കൗണ്ട് എന്ന് പറയുന്നത് 15 മണിക്കൂറുകൾ കൊണ്ട് 71K ആണ്. എത്രയാണ്? 15 മണിക്കൂറുകൾ കൊണ്ട് 71K. ആ വ്യൂ എനിക്കാണ് കിട്ടിയതെങ്കിൽ വലിയ തിരക്കേടില്ലാത്ത വ്യൂ ആണെന്നെങ്കിലും പറയാം. പക്ഷെ പേളിമാണി പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ്. കാരണം അത്രയും സബ്സ്ക്രൈബർ കൗണ്ടും വ്യൂ കൗണ്ടും ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പേളിമാണി എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ഉള്ള പേളിമാണിയുടെ വീഡിയോസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ക്ലാരിഫിക്കേഷൻ വീഡിയോക്ക് 12 ലക്ഷം വ്യൂ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഒബ്വിയസ്ലി കിട്ടല്ലോ. ഒരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ നൽകുന്ന സമയത്ത് എന്തായാലും അത്ര വ്യൂ കിട്ടും. അതിന് താഴെ നോക്കാം. ട്രാവലിംഗ് അലോൺ വാസ് ഹാർഡർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. സ്ലോവാക്യ വ്ളോഗ്, അതിന് കിട്ടിയ വ്യൂസ് നോക്കി 3.2 ലക്ഷം വ്യൂസ്. അതിന് താഴെ വീഡിയോ നോക്കി നിങ്ങൾ. ഫൈനലി ഡിഡ് ഇറ്റ് മൈ ഫസ്റ്റ് സോളോ ട്രിപ്പ് ടു സ്ലോവാക്യ, അതിന് 3.4 ലക്ഷം വ്യൂസ്. അതിന് താഴെ നോക്കി നിങ്ങൾ. എ ഡേ ഇൻസൈഡ് പേളി പ്രൊഡക്ഷൻ BTS ഡബിംഗ് ആൻഡ് ഓഫീസ് 1, അതിന് 3.2 ലക്ഷം വ്യൂസ്. അതിന് തൊട്ട് താഴെ വീഡിയോക്കുള്ള വ്യൂസ് നിങ്ങൾ നോക്കി. എ ന്യൂ ബിഗിനിങ് ഇൻ ദുബായ് 7 ലക്ഷം വ്യൂസ്. ഇങ്ങനെ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരുടെ പ്രൊഫൈൽ എടുത്ത് ത്രൂ ഔട്ട് നോക്കി കഴിഞ്ഞാണെങ്കിൽ 3 ലക്ഷത്തിന് താഴെ ഒരൊറ്റ വീഡിയോ പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആ ലെവലിൽ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന പേളിമാണി. അങ്ങനെയുള്ള പേളിമാണിക്കാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ 15 മണിക്കൂറുകൾ കൊണ്ട് 71K കിട്ടിയത്. ഉള്ളത് പറയാലോ, ഇറ്റ്സ് റിയലി അൺബിലീവബിൾ. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നലത്തെ രാത്രി പേളിമാണി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം പേളിമാണിയുടെ സോഷ്യൽ മീഡിയ കരിയറിലെ ഏറ്റവും വലിയ ഡൗൺഫോൾ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനും വലിയൊരു ഡൗൺഫോൾ ഇനി പേളിമാണിക്ക് വരാനില്ല. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർ ബിഗ് ബോസിൽ പങ്കെടുത്തത് തൊട്ട് ഇങ്ങോട്ട് 7 വർഷത്തേക്കുള്ള കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇന്നേ വരെ ഈ ഒരു അവസ്ഥയിലേക്ക് പേളിമാണി അതപ്പതിച്ചിട്ടില്ല. എന്തായാലും പേളിമാണിയുടെ നിലവിലെ അവസ്ഥ മറ്റാരേക്കാളും എനിക്ക് നല്ലോണം മനസ്സിലാകും. കാരണം നമ്മളും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അവരുടെ വ്യൂ കൗണ്ട് നല്ലോണം കുറയുമ്പോഴാണ്. കാരണം നമുക്ക് യൂഷ്വലി കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസിനേക്കാളും ഒരു ഇടിവ് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, അത് ഇനിയിപ്പോൾ വ്യൂസ് കയറി വരുമോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ താഴോട്ട് പോവോ. മുമ്പ് യൂട്യൂബിൽ തിളങ്ങി നിന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഇപ്പൊ വ്യൂ തന്നെ ഇല്ല. ആ ലെവലിലേക്ക് ഞാൻ അതപ്പതിക്കോ, എനിക്കിനി പണ്ടത്തെ പോലെ റീച്ച് കിട്ടോ? ഈ ഒരു ചിന്ത നമ്മളെ നന്നായി അലട്ടിക്കൊണ്ടേയിരിക്കും. അത് കാരണം നമുക്ക് തിന്നാനും തോന്നില്ല, ഉറക്കം വരില്ല. ഇനി അടുത്തൊരു വീഡിയോ നന്നായി കയറുന്നത് വരെ നമുക്ക് ആ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ മുമ്പ് ഒരുപാട് വട്ടം അനുഭവിച്ചതാണ്. ഐ തിങ്ക് പേളിമാണിയും ഇപ്പൊ ഇതേ ഒരു അവസ്ഥയിലൂടെ തന്നെ ആയിരിക്കണം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് അത് ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്തായാലും പേളിമാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട സമയത്ത് എനിക്ക് പണ്ട് പേളിമാണിയെ കുറിച്ച് രഞ്ജിനി ഹരിദാസ് പറഞ്ഞതാണ് ഓർമ്മ വന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബിഗ് ബോസ് മലയാളം സീസൺ 1 പേളിമാണിയും രഞ്ജിനി ഹരിദാസും ഒരുമിച്ചാണ് പങ്കെടുത്തത് അല്ലേ? പക്ഷെ ഫൈനലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രഞ്ജിനി ഹരിദാസ് എവിക്റ്റ് ആയി പോയി. പേളിമാണി ആണെങ്കിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നിട്ട് റണ്ണറപ്പ് ആയിട്ടാണ് ആൾ ഇറങ്ങി പോകുന്നത്. എന്തായാലും പേളിമാണി ഫൈനലിൽ എത്തിയ സാഹചര്യത്തിൽ അന്ന് രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിൽ നിന്നും പുറത്തായപ്പോൾ പേളിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പേളിമാണിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, സ്വിച്ചിട്ട മാതിരി അവളുടെ സ്വഭാവം മാറും എന്നൊക്കെയുള്ള രീതി. എന്തായാലും അന്ന് പേളിയെ കുറിച്ച് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. ഷമീം ബിഗ് ബോസ് വിന്നർ പേളി. If that പേളിനെയാണ് മോൾക്ക് ഇഷ്ടമെങ്കിൽ then let it be. That's your wish and that's your favorite contestant. You are just amazing. Thank you, Dream. I love you. Once you know me. Preetu, hi. JP Calicut. പേളിമാണിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻദാസ്. പേളിമാണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ചും. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടിൽ വേറെ വേറെ ആളായിരുന്നു. പേളി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേളി പറയുന്നത്. നമ്മൾ ഈ ഡീഫ് ഡാൻസിലൊക്കെ ഭയങ്കര ചിരിച്ച് കളിച്ച് എല്ലാവരും എൻകറേജ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു കുട്ടി. പക്ഷെ വീട്ടിൽ വന്നപ്പം പേളിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്.
പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷുമായിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം അതിൽ ലാലേട്ടനെ മുന്നിൽ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നി. ബിക്കോസ് ആ ഒരു വീട്ടിൽ പ്രണയിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് ക്ലോസ് ഡോറിൽ നമ്മുടെ കുടുംബം, നമുക്ക് ലവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇമോഷൻസും യൂസ്ഡ് അല്ല. എസ്പെഷ്യലി ലവ്, ഇപ്പം അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുള്ള സ്നേഹം, അത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ. അവിടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയല്ലേ. അപ്പം നാച്ചുറലി ആ ഒരു ബിൽട്ടപ്പ് ഇമോഷൻസ് അവിടെയുള്ള ആരുടെയെങ്കിലും മോമയത്തിൽ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു വലിയ തീരുമാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എടുക്കണം. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇമ്മച്യോറിറ്റി എന്ന് എനിക്ക് തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേർലി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അകത്ത് കണ്ടത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് നോ ഹു ഷീ ഈസ്. എനിക്ക് ആ വീട്ടിനകത്ത് കാണുന്ന പൊലിമാനിയെ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തുള്ള ആളായിട്ട് ഐ ഹാവ് നോ പ്രോബ്ലം. പുറത്ത് വരുമ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അറ്റ്ലാന്റ. ഓക്കെ, രഞ്ജിൻ അന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, പേളിമാണിയുടെ ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ആകും, അവൾക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അന്ന് രഞ്ജിനി ഹരിദാസിന് കിട്ടിയ സൈബർ അറ്റാക്ക്, എന്റെ മക്കളെ, ഞാൻ അന്ന് വന്ന ചില കമന്റുകളൊന്ന് വായിച്ചു തരാം. രഞ്ജിനി ഈസ് ട്രൈങ് ടു ഡാമേജ് പേളി, ഹേറ്റ് യു രഞ്ജിനി, ഇത് കണ്ട് കളയരുത്, ഫൈനലിൽ എത്താൻ പറ്റാത്ത ഒരാളുടെ ദുഃഖമാണ്. ആസ് പേളി ഹാസ് മെയ്ഡ് നോട്ട് കമന്റ്സ് അബൌട്ട് യു ടിൽ നൗ ഇൻ സ്പൈറ്റ് ഓഫ് യു ട്രൈങ് ടു ഗിവ് എ ബാഡ് ഇമേജ് ഇൻ ദ പബ്ലിക്, it truly shows the root you have and the root she has. Nothing else to say. എന്തൊരു ജന്മമാണ് ഷോ, കുശുമ്പൊട്ടുമില്ല അല്ലേ. ഈ രീതിയിൽ ഒരുപാട് സൈബർ അറ്റാക്ക് അന്ന് ഈ രഞ്ജിനി ഹരിദാസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി കുറച്ചു കാലം എയറിലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് നേരെ തിരിച്ചായി കാര്യങ്ങൾ. അന്ന് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ള രീതിയിലായി ഇപ്പൊ ആളുകളുടെ സംസാരം. അന്ന് രഞ്ജിനി ഫേക്ക് ആണെന്നും പേളിയാണ് ജെന്യൂൻ എന്നും പറഞ്ഞ ആളുകൾ ഇപ്പൊ തിരുത്തി പറയാൻ തുടങ്ങി. പേളി ഫേക്ക് ആണെന്നും രഞ്ജിനി ജെന്യൂൻ ആണെന്നും പറയാൻ തുടങ്ങി. എത്ര പെട്ടെന്നാണല്ലേ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. എന്നാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഇതിപ്പോ ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ രഞ്ജിനി ഹരിദാസ് പങ്കെടുക്കാൻ പോയി. അവിടുത്തെ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് രഞ്ജിനിയെ എല്ലാവരും ജയ് വിളിക്കാൻ തുടങ്ങി. രഞ്ജിനിക്ക് ഫോളോവേഴ്സ് കുത്തനെ കയറി. പേളിയാണെങ്കിലോ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കുട്ടികളോട് വീട്ടിൽ പോയി കുത്തിരിക്കാൻ പറഞ്ഞു. അത് കാരണം പേളി എയറിലാവുകയും ചെയ്തു. ഇപ്പൊ അത് അതിന് ശേഷിടുന്ന വീഡിയോക്ക് പേളിക്ക് മര്യാദയ്ക്ക് വ്യൂ പോലും കിട്ടുന്നില്ല. ഒരു അവസ്ഥ നോക്കണേ നിങ്ങൾ. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. എന്തായാലും കഴിഞ്ഞില്ല കേട്ടോ. പേളി അവസാനമായി സ്ലോവാക്കിയിൽ നിന്നും അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പുള്ളിക്കാരി ഭയങ്കര ഇമോഷണൽ ആയി സംസാരിക്കുന്നുണ്ട്. ആ ഇമോഷണൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയും വിട്ട് ഒറ്റക്കാണല്ലോ പുള്ളിക്കാരി സ്ലോവാക്കിയിലേക്ക് ട്രിപ്പ് പോകുന്നത്. സോ അത് കാരണം ഉണ്ടായ ഒരു ഇമോഷനെ പുറത്ത് പുള്ളിക്കാരി പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. Alone feels good. I'm also missing Nila and Tara, but it feels good to be alone because I want to see this vlog after a lot of years and I want to think I did it. If anyone says solo trip, yeah, no, you know, that's another reason why I'm here and I'm so proud of myself. I'm so proud of it. And I would encourage if anyone's doubtful, പോണോ വേണ്ടേ സോളോ ട്രിപ്പ് പഠിക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ചേർത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, സത്യം പറയാലോ. എനിക്ക് നല്ല പേടി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. I'm so happy. I'm so happy. I think ഈ വ്യൂ ആണ് എന്നെ ഇത്ര ഇമോഷണൽ ആക്കിയിരിക്കണെന്ന് തോന്നുന്നു എനിക്ക്. More than anything. It's so beautiful, this place. So yeah, solo trip padichu, and a big thanks to Fortune Tours. I don't know why I'm crying. Big thanks to Fortune and Srini for trusting me and making sure that I did it. Airport lo vidan vannappozhum I was thinking I'm going to patcho. Nilune video call ചെയ്യുന്നു. I feel so like a bad mother. But Srini പറഞ്ഞു, they'll be proud of you when they watch this. I like crying. I think കുറേ ദിവസമായിട്ട് ഞാൻ അപ്സെറ്റ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇന്ന് ശ്വാസം വീണത്. തിരിച്ചു പോണത് വേറെ കാര്യം. ആൾക്കാർ കാണാണ്ടിരിക്കാൻ മാറി നിൽക്കാതെ. Pearly is crazy, dude. That's my mind voice. Anyway, if you ever plan on doing something crazy, you just have one life. Just do it. You don't have a lot of lives, right? You just have one life. At least or solo. If solo, there must be something that you're scared to do.
പക്ഷെ അത് ചെയ്താൽ ചത്തൊന്നും പോകാത്ത കാര്യമാണെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഞാനിവിടെ വന്നിട്ട് പഠിച്ചൊരു കാര്യം, ഐ എം ടോക്കിംഗ് ടു എവ്രി വൺ. എവിടെ പോയാലും എല്ലാവരോടും ഞാൻ സംസാരിക്കുകയാണ്. ഇറ്റ്സ് ഓൾസോ മേക്കിംഗ് മീ ഫീൽ ഹാപ്പി. ലൈക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല്. അവര് 5 മിനിറ്റ് എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ, അതൊക്കെ അവരുടെ പാട്ടിനും. പക്ഷെ ഐ എം ആസ്കിങ് എവരി വൺ ഫോർ ഹെൽപ്പ്. ചമ്മലില്ലാണ്ട്, ചമ്മൽ വേണ്ട, യു ഡോണ്ട് നീഡ് ദാറ്റ് ചമ്മൽ. സന്തോഷമായി കരഞ്ഞപ്പോൾ സന്തോഷം. കുറെ നേരമായിട്ട് ഒരു ഇമോഷൻ ആയിരുന്നു, മാർക്കറ്റ്. ഓക്കെ, ആള് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെയാണല്ലേ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ പേടിമാണി, ഫേക്ക് ഡ്രാമ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ലേ പേളിമാണി ഒരു ഇമോഷണൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുമ്പും വീഡിയോകൾ എത്രയോ പേളിമാണി ഇമോഷണൽ ആയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ കൈയടിച്ചിരുന്ന ആളുകൾ ഇന്ന് പേളിമാണി ഇമോഷണൽ ആവുന്ന സമയത്ത് കല്ലെറിയുന്നു, ഫേക്ക് ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ആ ഒരു ചേഞ്ച് നിങ്ങൾ നോക്കണേ. ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും ഒരു ഫേക്ക് നിലപാടെടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എങ്ങോട്ട് എന്ത് ചെയ്താലും ആളുകൾ നമ്മൾ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ വിലയിരുത്തത്തുള്ളൂ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പേളിമാണി എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ, പേളിമാണി ഇഷ്ടംപോലെ ഇമോഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പക്ഷെ ഞാൻ തറപ്പിച്ച് പറയും, അതിനൊന്നും ഇനി അങ്ങോട്ട് പണ്ടത്തെ പോലത്തെ സപ്പോർട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഇനി ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് പേളിമാണി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെ ഇവള് ഫുള്ളും ഫേക്ക് ആണ്, ഇത് ഫുള്ളും ഡ്രാമയാണെന്നുള്ള രീതിയിലുള്ള കമന്റ്സ് വരാൻ തുടങ്ങും. നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരിക്കലും ഫേക്ക് പട്ടം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതെപ്പോഴും നമ്മൾ പേര് നടക്കേണ്ടി വരും. ഇപ്പൊ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയുടെ കേസിലാണെങ്കിലും രേണുസുധിന്റെ കേസിലാണെങ്കിലും അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പുതിയൊരു മെമ്പറും കൂടി വന്നു എന്ന് കരുതിയാൽ മതി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുൻകൂട്ടി പറഞ്ഞതാണ്. അത് എത്ര പേര് കണ്ടു കാണുമെന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ആ ക്ലിപ്പ് ഒന്നുകൂടെ വെക്കാം. എന്തായാലും പേളിമാണിയെ സംബന്ധിച്ചിടത്തോളം ഇനി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അമ്മാതിരേറെ കേരളമാണ് കയറിയിരിക്കുന്നത്. ഇത് കാരണം കുറെയൊക്കെ പേളിമാണിയുടെ കപടമുഖം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഴയ പ്രതാപത്തിലേക്ക് ഇനി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരുപാട് പേളിമാണി കഷ്ടപ്പെടേണ്ടി വരും. അതാണ് നമ്മൾ പറഞ്ഞത്, അങ്ങനെ തന്നെ അച്ചട്ടായി മാറി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5-6 കൊല്ലമായില്ലേ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വീഡിയോസ് ഇടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പലരും എയറിലാവുന്ന ഞാൻ കണ്ടിട്ടുമുണ്ട്, പലരും എയർ കയറ്റിയിട്ടുമുണ്ട്, ഞാൻ സ്വയം എയറിലായിട്ടുമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു വ്യക്തി എയറിലായി കഴിഞ്ഞാണെങ്കിൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ളത് കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് അങ്ങനത്തെ അച്ചട്ടായി മാറി എന്നുള്ളതാണ്. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇനി പേളിമാണിയുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഒരു വർഷം മുമ്പേ പേളിമാണിയുമായി ബന്ധപ്പെട്ട് വേറൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലരും ഓർക്കുന്നുണ്ടാകും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണത്? പേളിമാണിയും മറീന എന്ന് പറയുന്ന നടിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ പലരും ഓർക്കുന്നുണ്ടാകും. അത് മറീന എന്ന് പറയുന്ന നടി ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ ഭാഗമായിട്ട് ആ സിനിമയുടെ റിലീസിന് മുന്നോടിയായി ഫ്ലവേഴ്സിന്റെ ഒരു പരിപാടിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പരിപാടി ഹോസ്റ്റ് ചെയ്തിരുന്നത് പേളിമാണി ആയിരുന്നു. പക്ഷെ വരുന്നത് മറീനയാണെന്ന് അറിഞ്ഞപ്പോ പേളിമാണി എന്ത് ചെയ്തു? ആ പരിപാടിയുടെ ഹോസ്റ്റ് സ്ഥാനത്ത് നിന്നും പിന്മാറി. ഇത് മറീനയെ സംബന്ധിച്ചിടത്തോളം തന്നെ അപമാനിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ മറീന ആ സങ്കടം ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടന്നു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം മറീന മറ്റൊരു സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. ആ ഇന്റർവ്യൂക്കിടയിൽ അന്ന് പേളിമാണി തന്നെ അപമാനിച്ച സംഭവം മറീന തുറന്നു പറഞ്ഞു. ആ തുറന്നു പറച്ചിലൂടെയാണ് ഈ കോൺട്രവേഴ്സിയുടെ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? പേളിമാണി മറീനയെ കോൾ ചെയ്യുന്നു, എന്നിട്ട് മറീനയോട് പറയുന്നു, പെണ്ണ് നീ ജീവിച്ചിരിപ്പുണ്ടോ, നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അത് മറീനയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നും. അത് മറീന പബ്ലിക്കിൽ വന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ മറീന അന്ന് ആ അനുഭവം തുറന്നു പറഞ്ഞ സമയത്ത് പണ്ട് രഞ്ജിനിക്ക് കിട്ടിയതുപോലുള്ള സൈബർ അറ്റാക്ക് അന്ന് മറീനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം കാര്യങ്ങൾ മാറി മറിഞ്ഞ സാഹചര്യത്തിൽ സപ്പോർട്ട് നേരെ തിരിഞ്ഞ് ഇപ്പൊ മറീനക്ക് ഫുൾ സപ്പോർട്ടും പേളിമാണി എല്ലാവരും കൂടി ഏറി കയറ്റുന്ന അവസ്ഥയിലേക്കായി കാര്യം. എന്തായാലും പണ്ട് പേളിമാണി മറീന കോൺട്രവേഴ്സി വന്ന സമയത്ത് അന്ന് പേളിമാണി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സംവിധായകൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരനെ, അലപ്പി അഷ്റഫ് എന്നും പറഞ്ഞുകൊണ്ട്. ആൾക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, കണ്ടതും കേട്ടതും എന്നും പറഞ്ഞുകൊണ്ട്. ആ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു പണ്ട് പുള്ളിക്കാരൻ പേളിമാണിയെ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ അന്ന് സപ്പോർട്ട് ചെയ്ത അതേ വ്യക്തി തന്നെ ഇപ്പൊ പേളിമാണി എയറിലായ സമയത്ത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അന്ന് മറീന ആയിരുന്നു ശരി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇപ്പൊ സംസാരിക്കുന്നത്. നമ്മൾ എന്തായാലും പുള്ളിക്കാരന്റെ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം. ഒറ്റയടിക്ക് 3-4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പേളിയെ വെറുത്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കി. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നിങ്ങൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും ഒക്കെ കണ്ട് എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡും ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെക്കുറിച്ച് രഞ്ജിനി ഹരിദാസ് അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. അവരാദ്യം മുതലേ പറയുന്നുണ്ട്, കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നവരാണ് നിങ്ങൾ, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേതെന്ന്. ഡൽഹിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് യുവാക്കളോട് വെറുതെ അടികൊള്ളാതെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് നിങ്ങളുടെ അജ്ഞത മൂലം പറഞ്ഞു പോയതാണെന്ന്
ആറാട്ടണ്ണൻ പോലും പറയുന്നുണ്ട്. ആറാട്ടണ്ണൻ പറഞ്ഞത് കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്സായ പേളി മാണിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചും നീറ്റ് പരീക്ഷയെക്കുറിച്ചും എന്തറിയാമെന്നാണ്. വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. പണ്ട് പേളി മാണി ഒതുക്കി മൂലയിലിരുത്തിയ മെറീന മൈക്കലിന് ഓർമ്മയുണ്ടോ? അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ കേൾക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അവരെ കല്ലെറിഞ്ഞവരും അവരോടൊപ്പമുണ്ട്. അവരായിരുന്നു ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചു. പേളിയുടെ മുഖഛായയും നിറവും മുടിയുടെ സാദൃശ്യവുമൊക്കെ അവർക്ക് വന്നുപോയി എന്ന കാരണത്താൽ ഒരു ചാനലിലെ അഭിമുഖത്തിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്നും കടന്നു കളഞ്ഞില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞ കള്ളത്തരങ്ങൾ വിശ്വസിച്ചവർ അവരെ കടുത്ത സൈബർ ആക്രമണത്തിന് വിധേയയാക്കി. അവരുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ പോലും അനുവദിച്ചില്ല. ഇന്ന് സത്യങ്ങൾ മറനീക്കി പുറത്തു വന്നു. ഇന്നവർ അജയ്യയായി ജനമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നു. അവരെ കേൾക്കാൻ ചെവികൾ ഉണ്ടായിരിക്കുന്നു. മെറീന പറയുന്നു, കർമ്മ എന്നൊന്നുണ്ട്, അത് ബൂമറാങ് പോലെ തിരികെ എത്തിയിരിക്കുന്നു എന്ന്. പേളിയുടെ കാര്യമെടുത്താൽ പൂന്താനത്തിന്റെ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അവസാനം പറഞ്ഞ പഴഞ്ചൊല്ലിന് ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. 2-4 ദിവസം കൊണ്ട് ഒരുത്തനെ തന്നിലേറ്റുന്നതും മലയാളികൾ, മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും മലയാളികൾ. അങ്ങനെ വേണം ഇപ്പം പറയാൻ. കാരണം ഒരാളെ പെട്ടെന്ന് പൊക്കി വെക്കാനും പെട്ടെന്ന് തായർക്കാനും മലയാളികൾക്ക് പറ്റുമല്ലോ. അതിപ്പോ പേളിമാണിന്റെ കേസിൽ തെളിയിച്ചല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് മറീൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടെ ഒന്ന് കേട്ടോക്കാം. ഒരു പേളിമാണി പറഞ്ഞതിന് ചേച്ചി ഒരു കമന്റ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തത് വേറെ രീതിയിൽ വൈറലായി. അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ടായ ഒരു സംഭവം അഡ്രസ് ചെയ്തതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 2021-22 സമയത്ത് ഞാനിത് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല. ഞാൻ മാക്സിമം സമാധാനം പിടിച്ച് പോകുന്ന ഒരു വ്യക്തി. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ആ വ്യക്തിയോട് ഒരു വിരോധവും പേഴ്സണലി ഇല്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ് അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കേണ്ട ഒരു സമയം വരും. ഐ മീൻ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അൺകംഫർട്ടബിൾ ആവരുതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും കുഴപ്പമില്ല. പക്ഷെ വാട്ട് ഐം ടെല്ലിംഗ് ഇസ്, ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു വിഷയം അത് എന്റെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഡിഗ്നിറ്റീനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോ എനിക്കുണ്ടായിരുന്ന സൈബർ ബുള്ളിങ് അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ടു. കാരണം ഓരോ 5 സെക്കൻഡ് എന്ന് പറയാം, അത്രയും എനിക്കിങ്ങനെ വൃത്തിയായിട്ട കമന്റ്സും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് ചെയ്യാൻ ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ 2 months 1 month എങ്ങാണ്ടുമാണ് ആ ഒരു പാകിസ്ഥാൻ ഇഷ്യൂ കൂടെ വന്നത്. അപ്പം അതും ഭയങ്കരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ആ പാകിസ്ഥാൻ ഇഷ്യൂനെ കുറിച്ച് പറയാത്തതാണ് നല്ലത്. അത് നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. അതെന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതായത് മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ. ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് മിസൈൽ വിട്ട് 10ഓളം പാകിസ്ഥാൻ തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം മറീൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ കുറച്ച് സുഹൃത്തുക്കൾ പാകിസ്ഥാനിലുണ്ട്. ഇപ്പൊ തീവ്രവാദികൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് കരുതി നമ്മൾ സിവിലിയൻസിനെ വെറുതെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ സാധാരണക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, അവരെ യുദ്ധം ബാധിക്കരുത് എന്നുള്ള രീതിയിൽ അന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന മറീൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സംഭവങ്ങളുടെ കെടുപ്പവശം അറിയാതെയാണ് അന്ന് മറീന സംസാരിച്ചത്. കാരണം പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യ ആക്രമിച്ച സമയത്ത് അവർ കൊന്നൊടുക്കിയത് മുഴുവൻ സിവിലിയൻസിനെയാണ് അല്ലെ. പക്ഷെ തിരിച്ച് നമ്മൾ ആക്രമണം അയച്ചു വിട്ട സമയത്ത് നമ്മൾ കൊന്നത് 10 ആൾക്കാരെയാണ്. ആ 10ഉം തീവ്രവാദികളാണ്. ഒരൊറ്റ സാധാരണ മനുഷ്യനെ പോലും നമ്മൾ വധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാതെയാണ് അവിടുത്തെ സാധാരണക്കാർ ഇത് കാരണം കഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന മറീൻ ഇറക്കിയത്. അത് കാരണം പുള്ളിക്കാർ ഏറി പോവുകയും ചെയ്തു. അത് ചോദിച്ച വാങ്ങി ഏറിപ്പോക്കാണ്. ഒരു വിഷയത്തെ കുറിച്ച് അന്നും അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് പ്രതികരിക്കുക. അല്ലാതെ വായ തോന്നി വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്ന് ന്യായീകരിക്കല്ല വേണ്ടത്. സംഭവം പേളിയുടെ വിഷയത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്താകാൻ ന്യായം. പക്ഷെ പാകിസ്ഥാൻ വിഷയത്തിൽ 100% തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. അത് നിങ്ങൾ അംഗീകരിച്ച് തന്നേ പറ്റൂ മറീന. ഇതൊരു ബാക്കി പറഞ്ഞാട്ടെ. ആയിട്ടുള്ള ഇഷ്യൂല് തന്നെ ഞാൻ ഒന്ന് സംസാരിക്കുമ്പോൾ ആരും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഇന്നിപ്പം ഒരു റൈറ്റ് മൊമെന്റിൽ എനിക്ക് തോന്നി ഞാൻ പറയുന്ന പോയിന്റ് ആളുകൾ കേൾക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ടോപ്പിക്ക് ഞാൻ ഒന്ന് റീ അഡ്രസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു രീതിയിലും സംസാരിക്കില്ല. അപ്പൊ ഇന്ന് ആളുകൾ കേട്ടു, ഇന്ന് ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. ആൻഡ് എല്ലാവർക്കും മനസ്സിലാവണം. കാരണം നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ പേഴ്സണൽ അറ്റാക്ക് അല്ല ചെയ്യേണ്ടത്. ഇപ്പം ഉണ്ടായിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം ഒരു പേഴ്സണൽ അറ്റാക്കിംഗ് മോഡിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇനി വേറൊരു ആളുകളിലേക്കും അത് എഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് സംസാരിച്ചത്. മനസ്സിലാവുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യം എനിക്കും എന്റെ വീട്ടുകാർ, എന്റെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പബ്ലിക്കലി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കും കൂടെ അറ്റാക്ക് പോവാണ്. അപ്പം ആ ഒരു സമയം ഭയങ്കര മോശം സമയമായിരുന്നു. സോ
ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോടും പേഴ്സണൽ പ്രശ്നങ്ങളില്ല. അതാണ് മറീനക്ക് ഇപ്പൊ തന്റെ സങ്കടങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരമാണെന്ന് തോന്നി പുള്ളിക്കാരെങ്ങ് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും പണ്ട് പേളി ഫാൻസ് വെറുപ്പിച്ചവരെല്ലാം ഇപ്പൊ തല പൊക്കി തുടങ്ങി അല്ലെ, അവരെല്ലാം തിരിച്ചടിച്ച് തുടങ്ങി എന്നർത്ഥം. ഇപ്പൊ പേളി ഫാൻസിന് മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയായി. അതാണ് പറയുന്നത്, അന്ധമായി ആരും പിന്തുടരാതിരിക്കുക. കാര്യങ്ങൾ മാറി മാറാൻ ഒരൊറ്റ നിമിഷം മതി. ഇതിപ്പോ ഒരൊറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അതാണ് പറയുന്നത്, നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. നമ്മുടെ താഴെയുള്ളവരെ നോക്കി നമ്മൾ കൊഞ്ഞനം കുത്തരുത്. കാരണം എപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിയാന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പേളിമാണിക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പേളിമാണിയെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും പഴയ പോലെയൊക്കെ കണ്ടന്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിക്കോളും. പക്ഷെ പണ്ടത്തെ മാതിരി 3 ലക്ഷം 4 ലക്ഷം വ്യൂസ് ഒക്കെ ഇനി കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കിട്ടിയാൽ അത്രയും നല്ലത്, കിട്ടട്ടെ അല്ലേ. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിനനുസരിച്ചുള്ള വ്യൂസ് കിട്ടട്ടെ. അതിന്റെ ആരെയും താഴ്ത്തി കെട്ടാനും ആരും താഴോട്ട് പോകാനും നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇനിയെങ്കിലും പേളിയോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിഷയത്തിൽ നമുക്ക് നിലപാടില്ല എങ്കിൽ ആ വിഷയത്തിൽ നിലപാട് പറയാതിരിക്കുക. അല്ലാതെ 2 കാലിലും ചവിട്ടി നിലപാട് പറയാതിരിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം പേളിമാണ് അനുഭവിക്കുന്നത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.